ബിഹൈൻഡ് ദ ഫാക്ടറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് ഒറിയോ ബിസ്ക്കറ്റ്. നമ്മളിൽ പലരും ഇവ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുവാൻ ട്രൈ ചെയ്യാറുണ്ട് എങ്കിലും കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ടേസ്റ്റി ആവാറില്ല വീട്ടിൽ കുക്ക് ചെയ്തുണ്ടാക്കുന്നവ. ഇന്നത്തെ വീഡിയോയിൽ ഒറിയോ എന്ന ബിസ്ക്കറ്റ് എപ്രകാരമാണ് ഉണ്ടായതെന്നും എപ്രകാരമാണ് ഒറിയോ ബിസ്ക്കറ്റുകൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി ഒറിയോ ബിസ്ക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 1912 മാർച്ച് 16 ഒറിയോ എന്ന ബിസ്ക്കറ്റിനെ അമേരിക്കയിലെ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി അഥവാ നബിസ്കോ പുറത്തിറക്കിയത്. 1921 ഓറിയോ സാൻഡ്വിച്ച് എന്ന പേരിലേക്ക് ഒറിയോ ബിസ്ക്കറ്റിന്റെ പേര് മാറ്റി. 1948 ഒറിയോ ക്രീം സാൻഡ്വിച്ച് എന്നും 1974 ഒറിയോ ചോക്ലേറ്റ് സാൻഡ്വിച്ച് കുക്കി എന്നും പേര് മാറ്റപ്പെട്ടു. ഒറിയോ ചോക്ലേറ്റ് സാൻഡ്വിച്ച് കുക്കി എന്ന പേരിലാണ് ഇപ്പോൾ നബിസ്കോ ഒറിയോയെ പുറത്തിറക്കുന്നത്. ഒറിയോ ബിസ്ക്കറ്റുകളിലെ ആധുനിക രീതിയിലുള്ള ക്രീം തയ്യാറാക്കിയത് സാം പോസലോ എന്ന ഫുഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം 1993 നബിസ്കോയിൽ നിന്ന് റിട്ടയറായി. ജാനുവരി 2006 നബിസ്കോ ഒറിയോയിലെ ട്രാൻസ് ഫാറ്റ് എടുത്തുമാറ്റി. പകരം നോൺ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. എപ്രകാരമാണ് ഒറിയോ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുക എന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാവാം നിങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ബിസ്ക്കറ്റ് എന്നതിലുപരി ഓറിയോ ഇന്ന് പല ഭക്ഷണ പദാർത്ഥങ്ങളും തയ്യാറാക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കേക്കുകൾ തയ്യാറാക്കുവാൻ, ഷേക്കുകൾ തയ്യാറാക്കുവാൻ, അങ്ങനെ പലവിധ കാര്യങ്ങൾക്കായി ഒറിയോ ഉപയോഗിച്ചു വരുന്നു. ഒറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിലെ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് ഒറിയോ ബിസ്ക്കറ്റ് നിർമ്മാണമാണ്. അതിനായി ആട്ടയും മൈദയും ചേർന്ന മിശ്രിതത്തിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കുന്നു. അതിനൊപ്പം 2 തരം കൊക്കോ പൗഡറുകളും ചേർക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് കെറലിൻ ഓയിൽ ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ ഒറിയോയുടെ സീക്രട്ടായ ഒരു റെസിപ്പിയും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളവും ആവശ്യത്തിനധികം ചേർക്കുന്നു ഈ ഘട്ടത്തിൽ. ഇപ്പോൾ മിക്സിങ്ങിനായി മെഷീനിലേക്ക് കടത്തിവിടുന്നു. മിക്സിങ്ങിന് ശേഷം പഞ്ചസാര വീണ്ടും ചേർക്കുന്നു. അതിനുശേഷം ബ്രെഡ് പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. ബ്രെഡ് പൊടി ചേർത്ത ശേഷം വേപ്പറൈസേഷനും അതിനൊപ്പം ഒറിയോയുടെ സീക്രട്ട് ഫ്ലേവർ വീണ്ടും ചേർക്കുന്നു. മിക്സിങ്ങിന് ശേഷം
ഒറിയോ തയ്യാറാക്കാനുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞു. അതിനെ ഒറിജിനൽ ഷേപ്പിൽ വരുത്തുവാൻ വേണ്ടി മെഷീനിലേക്ക് കയറ്റി വിടുകയാണ്. ആ മെഷീനിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അത് താഴേക്ക് പോകുന്നു. അതിനുശേഷം ഇവ മൗൾഡിലോട്ടാണ് കടന്നു ചെല്ലുന്നത്. ഇങ്ങനെയാണ് ഒറിയോ ബിസ്ക്കറ്റിന് മുകളിൽ ഒറിയോയുടെ സിമ്പിൾ പതിപ്പിക്കുന്നത്. ഇതിന് ശേഷം അടുത്തതായി ഇവ ഡ്രൈ ചെയ്യാൻ ഡ്രൈ യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. 1 മിനിറ്റിൽ 10,000 ബിസ്ക്കറ്റുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനിടയിൽ വലിയ ഫാനുകളിൽ നിന്ന് ലഭിക്കുന്ന കാറ്റാൽ ഇവയുടെ കണ്ടൻസഡ് രീതിയിൽ എത്തിച്ചേരുന്നു. അടുത്തതായി ഒറിയോയുടെ സിമ്പിൾ ഉള്ള ഭാഗവും സിമ്പിൾ ഇല്ലാത്ത ഭാഗവും വേർതിരിക്കുകയാണ്. ഇങ്ങനെ വേർതിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ശരിയായി ക്രീം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ക്രീം ഫില്ലിങ്ങിന് ശേഷം അടുത്തതായി ഓറിയോയെ ഓരോ സെറ്റാക്കി മാറ്റുകയാണ്. ഓരോ സെറ്റിലും നിശ്ചിത എണ്ണമുണ്ട്. ഇങ്ങനെ വേർതിരിച്ച ഓറിയോയെ പാക്കറ്റിലേക്ക് മാറ്റുന്നു. ഇപ്രകാരം വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഓരോ ഓറിയോ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.